നമ്മുടെ മാനസിക ധൈര്യത്തിന് മറ്റുള്ളവരുടെ പ്രോത്സാഹനം അത്യന്താപേക്ഷിതമാണ്. അങ്ങനെയുള്ള ചില പ്രശ്നം വരുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില പ്രതിസന്ധി വരുമ്പോൾ, ചില സംഭവങ്ങൾ കയറി വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുകയോ നമ്മളെ ഒന്ന് കൈത്താങ്ങുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യേണ്ടത് മനുഷ്യരെന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. എന്നാൽ എപ്പോഴും നടക്കാറില്ല. ചില സമയങ്ങളിൽ ഒരു മനുഷ്യൻ പോലും ഒന്ന് കയറി വരാനില്ലാതെ, ഒരു ആശ്വാസം പറയാനില്ലാതെ, ഒന്ന് ധൈര്യപ്പെടുത്താനോ ഒരു പോസിറ്റീവ് എനർജി തരാനോ ഇല്ലാതിരിക്കുന്ന വേളകളുണ്ട്. എന്തു ചെയ്യും? ഇന്ന് ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്, അങ്ങനെയുള്ള അനുഭവങ്ങൾ ദൈവം നിങ്ങൾക്ക് തരുമ്പോൾ ദൈവം തന്നെ നിങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നിങ്ങളോട് ചിലത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നുകൂടെ പറയാം, ദൈവത്തിന് നിങ്ങളെ നിങ്ങളുടെ ഒറ്റപ്പെടലിൻ്റെ നടുവിൽ ആർക്കും കയറി വന്ന് സഹായിക്കാൻ പറ്റാത്ത സ്ഥലത്ത്, പലരും ഉണ്ട്, ബന്ധത്തിലുള്ളവരും സ്വന്തക്കാരും കഴിവുള്ളവരും ചെയ്യേണ്ടവരൊക്കെ ഉണ്ട്, പക്ഷെ അവർക്കൊന്നും വരാൻ പറ്റത്തില്ല. പത്മോസിൽ ഇപ്പം വേറെ ആരെങ്കിലും ചെല്ലാൻ പറ്റുമോ? യോഹന്നാൻ അപ്പോസ്തലൻ മാത്രം കിടക്കുന്ന സ്ഥലം, ആർക്കും ചെല്ലാൻ പറ്റാത്ത സ്ഥലം. ഇപ്പോൾ പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുക, ഹേരോദാവ് പിടിച്ച് കാരാഗ്രഹത്തിലാക്കിയിരിക്കുക. അവിടെ ആർക്കും ചെല്ലാൻ പറ്റുമോ? ചെല്ലാൻ പറ്റുകയില്ല. ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലം വരുമ്പോൾ എന്തു ചെയ്യും? ദൈവം സംസാരിക്കും. ഇന്നത്തെ സന്ദേശം അതാ, ദൈവം നേരിട്ട് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. 138 സങ്കീർത്തനം 3 വാക്യം, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഓ ഹല്ലേലൂയ. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ എനിക്ക് നീ ഉത്തരം തന്നു, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. നമുക്ക് നമ്മുടെ ധൈര്യം ചോർന്നു പോകുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവ് ഭയങ്കര ധീരനായ പ്രവാചകനാണ്. പക്ഷേ അവൻ്റെ ധൈര്യം ചോർന്നു പോയ ഒരു സംഭവമുണ്ട്. 850 പ്രവാചകന്മാര്, അശേരയുടെയും ബാലിൻ്റെയും പ്രവാചകന്മാർ എതിരെ നിന്നിട്ടും ഒറ്റയ്ക്ക് അവരെ നേരിട്ട, ആ ഇസ്രായേലിന്റെ രാജാവിനെ നേരിട്ട ഏലിയാവ് ഒരു സ്ത്രീയുടെ ഭീഷണിയുടെ മുമ്പിൽ പാതറിപ്പോയി, ഓടിപ്പോയി ഒരു ചൂരച്ചിലയുടെ കീഴിൽ കിടന്ന് മരിക്കാൻ നിശ്ചയിച്ചു. ഒളിക്കുകയല്ല, മരിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്താ മരിക്കാൻ തീരുമാനിച്ചത്? ഇന്നല്ലേ നാളെ എന്നെ കൊല്ലും. ഒളിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ രക്ഷപ്പെട്ട് പുറത്തു വരാം. പക്ഷേ മരിക്കാൻ തീരുമാനിച്ചത്, അത് തീരുമാനമെടുത്തു. അങ്ങനെ സമയത്ത് ആരാ സഹായിക്കാൻ വന്നത്? ആരും അറിയാനും സഹായിക്കാനും ഇല്ല. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 1 രാജാക്കന്മാർ 19 അധ്യായത്തിൽ കാണുന്നുണ്ട്, യഹോവയുടെ ദൂതനെ ദൈവം അയച്ചു അവനോട് സംസാരിക്കുവാൻ. ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം? നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. അവനെ ധൈര്യപ്പെടുത്തി അപ്പവും വെള്ളവും കൊടുത്ത് അവനെ യാത്രയാക്കി. അവൻ ആ ദൈവശബ്ദത്തിൽ അവൻ സഞ്ചരിച്ചു. 40 ദിവസം ഒറ്റ യാത്ര. ദൈവം പറഞ്ഞത് കേട്ട് ഒരൊറ്റ സഞ്ചാരം. ഹല്ലേലൂയ. ഇന്ന് ദൈവം നിങ്ങൾക്ക് തരുന്ന ഒരു എനർജി ഉണ്ട്, ഒരു ധൈര്യമുണ്ട്. ദൈവത്തിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. 27 സങ്കീർത്തനം 14 വാക്യം, യഹോവയിൽ പ്രത്യാശ വെച്ചിരിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. വേറെ ആരും നിങ്ങളെ സഹായിക്കാനില്ലെങ്കിലും നിങ്ങളെ സഹായിക്കുവാൻ ഒരു ദൈവമുണ്ട്. ഉണ്ട്. നിങ്ങളെ സഹായിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും. നിങ്ങളുടെ ധൈര്യം ചോർന്നു പോകുന്നു, ക്ഷീണിച്ചു പോകുന്നു, പിടിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യത്തെ ദൈവം കാണുന്നു, ദൈവം അറിയുന്നു. ചിലപ്പോൾ നിരന്തരമായി ചികിത്സ നടത്തിയിട്ടും ഫലം കാണാത്ത ചില രോഗങ്ങളുമായിട്ടായിരിക്കും ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത്. അധൈര്യപ്പെടരുത്. ഇനി ഈ ജീവിതം മുഴുവൻ ഇങ്ങനെ ആയിരിക്കും ചിന്തിക്കരുത്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ദൈവം നിങ്ങളുടെ മുഖം പ്രകാശിപ്പിക്കുന്നവനാണ്, നിങ്ങളെ രക്ഷിക്കുന്നവനാണ്, വിടുവിക്കുന്നവനാണ്. ദൈവത്തിൽ പ്രതീക്ഷ വയ്ക്കുക. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം അല്ല. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിനെ ദൈവം ധൈര്യപ്പെടുത്തി. 2 കൊരിന്ത്യർ 12 വാക്യം, എൻ്റെ കൃപ നിനക്ക് മതി, വേറെ ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും എൻ്റെ ശക്തി നിന്റെ ബലഹീനതയെ തികഞ്ഞു വരുന്നു. മതി കർത്താവേ, എനിക്ക് നിന്റെ ശക്തിയാൽ എല്ലാം ചെയ്യാൻ പറ്റും എന്ന് പൗലോസ് പറയുകയാണ്. നമ്മെ ധൈര്യപ്പെടുത്തുവാൻ ഒരു കർത്താവുണ്ട്. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാത്തിനും ദൈവത്തിൻ്റെ വഴിയുണ്ട്. കാത്തിരിക്കേ, നിരാശപ്പെടണ്ട. ഹല്ലേലൂയ. ഹബക്കൂക്കിനോട് ദൈവം പറയുന്ന ഒരു ദൂതുണ്ട്, നീ ഈ പ്രവചനം എഴുതി വെക്കണം, കാണുന്നവരൊക്കെ ഇത് വായിക്കണം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2 അധ്യായം 3 വാക്യം, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വൈകിയാലും അത് വരും നിശ്ചയം, താമസിക്കയില്ല, അത് വരും നിശ്ചയം. അതിനുവേണ്ടി കാത്തിരിക്കാം. ആമേൻ. എബ്രായ ലേഖനത്തിൽ
10-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ അതിനോട് ചേർത്ത് എഴുതി വെച്ചിരിക്കുകയാണ്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. പിന്മാറരുത്, വിശ്വാസത്താൽ ജീവിക്കും. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവർ ലജ്ജിക്കാൻ സമ്മതിച്ചില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. നിന്നെ കാത്തിരിക്കുന്ന ആരും ലജ്ജിച്ചു പോകില്ല. ആമേൻ. ഇന്ന് വിശ്വസിക്ക്. നിങ്ങളുടെ അധൈര്യത്തെ കർത്താവ് മാറ്റി, നിങ്ങളുടെ ഭയത്തെ, ആകുലങ്ങളെ കർത്താവ് എടുത്ത് കളഞ്ഞിട്ട് നിങ്ങളെ ധൈര്യം നിറയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ധൈര്യമുള്ളവരായി എല്ലാ സാഹചര്യങ്ങളെയും നേരിടുവാനുള്ള ഒരു പുതിയ കരുത്ത് ഇന്ന് ദൈവം തരാൻ ആഗ്രഹിക്കുകയാണ്. അതിനുള്ള വചനവും ശക്തിയും ദൈവം നിങ്ങൾക്ക് തരാനായി ആഗ്രഹിക്കുകയാണ്. ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ കർത്താവ് ഉണ്ട്. ഹല്ലേലൂയ. പൗലോസേ, നീ ഭയപ്പെടരുത്. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നത് ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ ധൈര്യമായി പ്രസംഗിക്കാൻ പറഞ്ഞുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായം 10-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. നിനക്ക് ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ധൈര്യമായി പ്രസംഗിക്കുക, ധൈര്യമായിരിക്കുക. നീ ഭയപ്പെടുന്നത് ഭവിക്കില്ല. യഹോവയിൽ പ്രത്യാശയുള്ളവരുമേ ധൈര്യപ്പെട്ടിരിക്കാം, ഉറച്ചിരിക്കട്ടെ. ഞാൻ വിളിച്ചപേക്ഷ നാളിൽ നീ എനിക്ക് ഉത്തരം നൽകി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ദൈവം ക്ഷീണിച്ചിരിക്കുന്നൊരു ബലം തരും. കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറാനുള്ളൊരു ബലം ഇന്ന് ദൈവം തരും. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം. ഒരു പുതിയ ബലം, മനസ്സിന് ധൈര്യം. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഒരു പുതിയ ബലം അവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഇന്ന് തീരുമാനമെടുക്കേണ്ട ചില വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ധൈര്യം നൽകി ഉറച്ച നിലപാടും തീരുമാനം എടുക്കുവാൻ സഹായിക്കട്ടെ. വ്യക്തമായ വഴി കാണിച്ചു കൊടുക്കണമേ. ഒരിക്കലും പതറിപ്പോകാതെ, തളർന്നു പോകാതെ, ധൈര്യത്തോടെ സധൈര്യം മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പുതിയ ബലം നൽകണമേ. നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന മക്കൾക്ക് വേണ്ടി ധൈര്യം കൽപ്പിച്ചതിനായി നന്ദി. അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം കുറേ പേർക്ക് ഷെയർ ചെയ്യണം. ഈ പ്രസംഗം കേൾക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയാൽ എല്ലാ ദിവസവും മോർണിംഗ് മെസ്സേജ്, ഷോർട്ട് മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കും. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.